ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതെന്താണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ബിയർ ബോട്ടിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു ബിയർ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു നൂലൊക്കെ ചുറ്റിയിട്ട് അതിൽ കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുത്തിയിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി കൊടുക്കുമ്പോൾ ഇത് രണ്ടായിട്ട് പൊട്ടിക്കിട്ടും. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റും അതുപോലെ ഗ്ലിസറിനുമാണ്. ഈ രണ്ട് ഐറ്റം ഉപയോഗിച്ചാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെ ഒരു പാത്രമാണ്. ഈ ഒരു പാത്രം ഞാൻ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ബിയർ ബോട്ടിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് കുറച്ച് മണ്ണാണ്. ഞാൻ ഈ ചെടി കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ രണ്ട് സൈഡിലും ഉണ്ടോ, അപ്പുറം ഇപ്പുറം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല ടൈറ്റായിട്ട് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കുപ്പിയുടെ ചുറ്റിലുമായിട്ട് മണ്ണൊക്കെ നിറച്ച് നല്ല ടൈറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കുപ്പി നിറയെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു തിരികെയാണ്. അപ്പോൾ ഈ തിരിക ഞാൻ ഈ കുപ്പിയുടെ മുകളിലൂടെ താഴേക്കൊന്ന് വെച്ച് കൊടുക്കാൻ പോകണം. നമ്മളിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടൈറ്റായിട്ട് ഇത് മണ്ണിൽ ഇങ്ങനെ അത് ഉറച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റും അതുപോലെ ഗ്ലിസറിനുമാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് നമ്മൾ അടുത്തായിട്ട് ഉപയോഗിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈ തിരികെയും ഈ കുപ്പിയും കൂടെ ചേരുന്ന ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പോർഷനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വശങ്ങളിലെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ കുപ്പിയായിട്ട് നല്ല ചേർന്നിരിക്കണം. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. അതായത് ഗ്ലിസറിൻ നമുക്ക് ഇവിടേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഒരു സിറിഞ്ചിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തീ ഉണ്ടാവും. തീയുടെ ആ ശക്തി കാരണം കുപ്പി ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ടാകണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഗ്ലിസറിൻ ഞാൻ ഒഴിക്കാൻ പോവാണ്. ഗൈസ്, അങ്ങനെ ഇത് മൊത്തം കത്തി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടേ പൊട്ടിയില്ലെന്ന് നോക്കാം. പൊട്ടിയ ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണേ. ഞാനിവിടെ നിന്ന് ഊരി എടുക്കും കേട്ടോ. നോക്കട്ടെ, നമുക്ക് വെള്ളത്തിലോട്ട് നിട്ട് നോക്കാം. പൊട്ടുമെന്ന് അറിയാമല്ലോ. എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. ഇല്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും നടന്നിട്ടില്ല. ഇല്ല, ചെറിയൊരു പാട് വീണിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ ചെറിയൊരു പാട് വീണിട്ടുണ്ട്. അല്ലാതെ വേറെ മാറ്റവും സംഭവിച്ചിട്ടില്ല. കുപ്പി പൊട്ടിയിട്ടില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്ലോപ്പായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇതിലും ശക്തമായ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം.
അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.